next chapter, struggle and freedom. സമരവും സ്വാതന്ത്ര്യവും. The main figure in this stage of Indian nationalist movement became Mahatma Gandhi. Mahatma Gandhi started his social activities in India, intervening in the problems faced by the indigo farmers in Champaran in 1917. Or the first movement of Mahatma Gandhi in India was the revolt or the problem that faced by the indigo farmers in Champaran. Or Mahatma Gandhi started his social activities in India by intervening in the problems faced by the indigo farmers in Champaran in 1917. 1917 ചമ്പരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് സാമൂഹ്യ രംഗത്തേക്ക് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ കടന്നുവരവ്. എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ, അതായത് ഇതേ തുടർന്ന് ഇൻഡിഗോ ഫാമേഴ്സിന്റെ ചമ്പരനിലെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രക്ഷോഭം നയിച്ചതിനെ തുടർന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മഹാത്മാഗാന്ധി മാറി. He became a national figure and became the center of nationalist movement in India within a short period of time. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മഹാത്മജി മാറി. How Mahatmaji acquired the trust and recognition of the common people in India? ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എങ്ങനെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ ജനതയുടെ അംഗീകാരവും വിശ്വാസവും നേടിയെടുത്തത്? Before the entry of Mahatma Gandhi in India in the nationalist movement, he led many agitations in South Africa. He conducted many campaigns in South Africa. These campaigns which were conducted by Mahatma Gandhi in South Africa against color discrimination and imperialism inspired the people of India. മഹാത്മജിക്ക് ഇന്ത്യൻ ജനതയുടെ, ഇന്ത്യയിലെ സാധാരണക്കാരുടെ അംഗീകാരവും വിശ്വാസവും നേടിയെടുക്കാൻ സഹായിച്ച ഘടകങ്ങൾ ചോദിച്ചാൽ, വാട്ട് ഫാക്ടേഴ്സ് ലെഡ് ടു മഹാത്മജി ടു അക്വയർ ദി ട്രസ്റ്റ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് പറയേണ്ട കാര്യം ഇതാണ്. ഹി കണ്ടക്ടഡ് മെനി agitations or campaigns in South Africa against color discrimination and imperialism, especially in the form of satyagraha. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട മാർഗമാണ് സത്യാഗ്രഹം. ആ സത്യാഗ്രഹം എന്ന പരിപാടി മഹാത്മജി യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിലാണ്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെയും സാമ്രാജ്യത്വ മേധാവിത്വത്തിനെതിരെയും വർണ്ണ മേധാവിത്വത്തിനെതിരെയും മഹാത്മജി സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ആ സത്യാഗ്രഹ സമരമാണ്, അതിനെക്കുറിച്ചുള്ള അറിവാണ് ഇന്ത്യൻ ജനതയിൽ ഗാന്ധിജിക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകുന്നതിന് ഒരു കാരണമായിട്ട് മാറിയത്. രണ്ടാമതായി, ഹിസ് ലൈഫ് സ്റ്റൈൽ ആസ് എ കോമൺ മാൻ in the case of food, cloth, language, etc. Or the simple food, his simple clothing,
his humble and simple language. That means his lifestyle is connected with all these. അദ്ദേഹത്തിന്റെ ജീവിത ശൈലി ലൈക്ക് എ കോമൺ മാൻ, ഒരു സാധാരണക്കാരനെ പോലെ ഉള്ള അദ്ദേഹത്തിന്റെ ജീവിത ശൈലി, അത് ആഹാരത്തിലായാലും വസ്ത്രധാരണത്തിലായാലും ഭാഷയിലായാലും ഒക്കെ അദ്ദേഹം സ്വീകരിച്ച ശൈലിയാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ അംഗീകാരം ഉണ്ടാക്കിക്കൊടുത്ത ഒരു ഘടകം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഹിസ് മെത്തേഡ് ഓഫ് സ്ട്രഗിൾ. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ നോൺ വയലൻസ്, ദാറ്റ് ഈസ് അഹിംസ. ഇനി മറ്റൊന്ന് ഇന്ത്യൻ ജനതയെ ആകർഷിച്ച ഘടകം ഹിസ് മെത്തേഡ് ഓഫ് സ്ട്രഗിൾ. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ മാതൃക അല്ലെങ്കിൽ രീതി ബേസ്ഡ് ഓൺ നോൺ വയലൻസ്, അഹിംസയിൽ അധിഷ്ഠിതമായ അദ്ദേഹത്തിന്റെ സമരമാർഗം സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസവും ആരാധനയും നേടിക്കൊടുത്തു. Due to these reasons, the people of India found in Gandhi a savior who could solve the problems of theirs. അപ്പൊ ഇത്തരത്തിലുള്ള ഗാന്ധിയുടെ രീതികൾ കൊണ്ട് ഗാന്ധിയെ സാധാരണക്കാരായ ഇന്ത്യൻ ജനത തങ്ങളുടെ സേവിയറായി, മോചകനായി, രക്ഷകനായി കണ്ടു. തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അദ്ദേഹം കാണും എന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ കണ്ടു. All these made Gandhi a national hero. ഗാന്ധിയുടെ റോൾ പരീക്ഷയ്ക്ക് പ്രത്യേകം ചോദിക്കാം. റോൾ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഫ്രീഡം സ്ട്രഗിൾ. അപ്പൊ അത് പ്രത്യേക ഒരു എസ്സേയായിട്ട് പഠിക്കണം ഇതിനകത്തുനിന്നും. ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി, ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ. ഫസ്റ്റ് വൺ ഞാൻ സൂചിപ്പിച്ചു, the struggle for indigo farmers. He struggled for indigo farmers, or he participated or gave inspiration to the indigo farmers struggle in Champaran in Bihar in 1970. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്ത്യയിലെ പ്രക്ഷോഭങ്ങളിലെ ചൂടുവയ്പായിരുന്നു 1917 ബീഹാറിലെ ചമ്പരനിലെ നീലം കർഷകരുടെ വിഷയങ്ങളിൽ ഇടപെട്ടത്. സെക്കൻഡ്, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, ദി ഗ്രേറ്റ് സ്ട്രഗിൾ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ അഹമ്മദാബാദ്. ദി വർക്കേഴ്സ് ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഇൻ അഹമ്മദാബാദ്, വിച്ച് ഈസ് ദി സെന്റർ ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പരുത്തി തുണി വ്യവസായത്തിന്റെ കേന്ദ്രമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ പരുത്തി തുണി വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ സമരം. തേർഡ് വൺ, പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ ഇൻ ഗുജറാത്ത് ഇൻ 1918. 1918 ഗുജറാത്തിലെ ഖേദായിലെ കർഷക സമരത്തിൽ. These are the early campaigns or struggle in which Mahatma Gandhi participated. പ്രത്യേകമായി ഓർത്തിരിക്കാവുന്ന ദി സ്ട്രഗിൾ ഓഫ് ദി ഇൻഡിഗോ ഫാമേഴ്സ് അറ്റ് ചമ്പരൻ ഇൻ ബീഹാർ ഇൻ 1917, ദി അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ഇൻ ഗുജറാത്ത് ഇൻ 1918, then the peasant struggle in Khedia in Gujarat in 1918 are the three important struggles conducted or led by Mahatma Gandhi in India. Early struggle in India. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആദ്യകാലയളവിൽ നയിച്ച പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഇവയൊക്കെയാണ്. 1917 ചമ്പരനിലെ നീലം കർഷകർ, ബീഹാറിലെ ചമ്പരനിലെ നീലം കർഷകരുടെ പ്രക്ഷോഭത്തില്, 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ പരുത്തി തുണി മിൽ മേഖലയിലെ തൊഴിലാളികളുടെ സമരത്തിൽ, 1918 ഖേദിയായിൽ നടന്ന ഖേദ എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് ഗുജറാത്തിലെ ഖേദായിൽ നടന്ന കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. എന്താ ചമ്പരൻ സമരത്തിന്റെ, ഇൻഡിഗോ കർഷകരുടെ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം? ഇൻ ദി ചമ്പരൻ സ്ട്രഗിൾ ഓർ സ്ട്രഗിൾ ഓഫ് ദി ഇൻഡിഗോ ഫാമേഴ്സ്,
ഗാന്ധി അഡോപ്റ്റഡ് ഹിസ് ടെക്നിക്, ദാറ്റ് ഈസ് സത്യാഗ്രഹ. സമരത്തിൽ ഗാന്ധി സ്വീകരിച്ച ടെക്നിക്കാണ് സത്യാഗ്രഹ, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ഗാന്ധിയുടെ ടെക്നിക്കാണ് സത്യാഗ്രഹം. ഗാന്ധിയുടെ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമാണ് സത്യാഗ്രഹം. അതെങ്ങനെയുള്ള സത്യാഗ്രഹം? ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്, സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായത് ആണ്. As a result of the interference of Mahatma Gandhi and that of this struggle of the indigo farmers, many laws were passed in favor of indigo farmers. നീലം കർഷകർക്ക് അനുകൂലമായി ഈ സമരത്തിന്റെ ഫലമായി പല നിയമങ്ങളും പാസ്സാക്കേണ്ടതായിട്ട് ഗവൺമെന്റിന് വന്നു. The main reason behind the Ahmedabad cotton mill strike is the denial of plague bonus. പ്ലേഗ് ബോണസ്, അതായത് കോട്ടൺ ടെക്സ്റ്റൈൽ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളിക്ക് ഒരു സാംക്രമിക രോഗവുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരുന്ന പ്ലേഗ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു അഡീഷണൽ റിവാർഡുണ്ട്. അതിന് പ്ലേഗ് ബോണസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് നിർത്തലാക്കിയപ്പോ the workers organized themselves and they refused to work. It is known as the famous Ahmedabad cotton textile mill workers struggle. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ പരുത്തിത്തുണി വ്യവസായ ശാലകളിലെ തൊഴിലാളികളുടെ പണിമുടക്ക് അത്തരത്തിലുള്ളതാണ്. As a result of this strike, the authorities were forced to re-establish their benefits. ഈ സമരത്തിന്റെ ഫലമായി അധികാരികൾക്ക് നാളതുവരെ തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതായിട്ട് വന്നു. What is the reason behind the peasants revolt or struggle in Kheda? ഗുജറാത്തിലെ ഖേദായിൽ 1918 കർഷകർ വിപ്ലവത്തിലേക്ക് അല്ലെങ്കിൽ സമരത്തിലേക്ക് പോയതിന്റെ കാരണമെന്ത്? The reasons behind it were drought and crop failure. പ്രധാനമായിട്ടും വരൾച്ചയും അതുമൂലമുണ്ടായ വിള നാശവുമാണ്. ഉൽപാദനത്തിൽ വൻതോതിൽ കുറവുണ്ടായി. However, the authorities tried to collect a tax from the people in the early manner without considering this drought and crop failure. അതായത് വിളവിൽ ഉണ്ടായ കുറവും അതോടൊപ്പം തന്നെ വരൾച്ച മൂലമാണ് വിളവിൽ കുറവുണ്ടായത്. അതൊന്നും പരിഗണിക്കാതെ പഴയ രീതിയിൽ തന്നെ ഉയർന്ന ടാക്സ് കളക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചതാണ് കർഷകർ ലഹളയ്ക്കിറങ്ങാൻ കാരണം. As a result, the government was, as a result of this Kheda revolt or struggle, the government was forced to reduce taxes. ഇതിന്റെ ഫലമായി ഗവൺമെന്റിന് ടാക്സ് അല്ലെങ്കിൽ നികുതി കുറച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. Then what are the results of early struggles of Gandhi? ഗാന്ധിയുടെ ആദ്യകാല പോരാട്ടങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രത്യേകമായിട്ട് വാട്ട് ആർ ദി റിസൾട്ട്സ് ഓഫ് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധിയുടെ പോരാട്ടങ്ങളുടെ ആദ്യകാല പോരാട്ടങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെ? മഹാത്മാഗാന്ധി റോളി ചോദിക്കുമ്പോൾ എല്ലാം എഴുതണം. അതിന് ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളും ഉണ്ട്. അത് എസ് ആയിട്ട് ചോദിക്കുമ്പോഴാണ്. എന്തൊക്കെയാണ് റിസൾട്ട് നോക്കാം. Through these struggles, early struggles, Mahatma Gandhi popularized his ideologies and the method of protest. ഈ സമരങ്ങളിലൂടെ മഹാത്മാഗാന്ധി തന്റെ ആശയങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകി, ജനകീയത നൽകി എന്ന് മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് തന്റെ എതിർപ്പിന്റെ മാതൃക, അതായത് സത്യാഗ്രഹം എന്ന ആശയം എത്തിച്ചു കൊടുക്കാനും മഹാത്മജിക്ക് കഴിഞ്ഞു. ഒരു നേട്ടം അതാണ്. Second, before the arrival of Mahatma Gandhi, the nationalist movement was only confined to the educated section of the society.
മഹാത്മാഗാന്ധിയുടെ വരവിന് മുമ്പ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ ആൾക്കാരുടെ ഇടയിൽ മാത്രമായി ചുരുങ്ങിയിരുന്നു. But as a result of this early revolt of Mahatma Gandhi or struggles of Mahatma Gandhi in India, it has spread to the common people. വിദ്യാസമ്പന്നരിൽ മാത്രമല്ല സാധാരണക്കാരായ വർക്കേഴ്സ്, പെസൻസ് എന്നിവരിലേക്കൊക്കെ, തൊഴിലാളികൾ, കർഷകർ എന്നിവരിലേക്കൊക്കെ സമരത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ, ദേശീയ ബോധം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. And the nationalist movement is spread to rural areas also. ദേശീയ പ്രസ്ഥാനം ഗ്രാമീണ മേഖലയിലേക്കും പ്രചരിച്ചു, വ്യാപിച്ചു. Before it was only confined to, before the arrival of Mahatma Gandhi, the nationalist movement was confined to urban areas and among the educated people. ഗാന്ധിയുടെ വരവിന് മുമ്പ്, ഗാന്ധി ഇത്തരത്തിലുള്ള സ്ട്രഗിളിലേക്കൊക്കെ ഇടപെടുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരുടെ ഇടയിൽ മാത്രം നിലകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്നാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും, എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ദേശീയ പ്രസ്ഥാനത്തിന്റെ സന്ദേശം എത്തിക്കാൻ മഹാത്മജിക്ക് കഴിഞ്ഞു. ആൻഡ് ദസ് ഹി ബിക്കെയിം എ നാഷണൽ ലീഡർ. അങ്ങനെ അദ്ദേഹം ദേശീയ നേതാവായി മാറി. He was acceptable to all as a national leader. ഒരു വിഭാഗം മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ദേശീയ നേതാവായി മഹാത്മജി മാറി. Then the nationalist movement, towards the nationalist movement. Mahatmaji entered the nationalist movement with his protest against the Rowlatt Act of 1990. മഹാത്മാജി ഒരു ദേശീയ തലത്തിൽ, മറ്റേത് നമുക്കറിയാം, ഇൻഡിഗോ ഫാമേഴ്സിന്റെ ആയാലും അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ആയാലും ഖേദ പെസന്റ് റിവോൾട്ട് ആയാലും ഒക്കെ കൺഫൈൻഡ് ടു എ പർട്ടിക്കുലർ ഏരിയ, ഒരു നിശ്ചിത ഭാഗത്ത് മാത്രമായി ഒതുങ്ങി നിന്ന സമരങ്ങളായിരുന്നു. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിൽ ദേശവ്യാപകമായുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മഹാത്മജിയുടെ നേതൃത്വത്തിൽ അത്തരം ഒരു പ്രക്ഷോഭം നടക്കുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും 1919 റൌലറ്റ് ആക്ടിനെതിരെയുള്ള സമരത്തിലൂടെയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇറ്റ് വാസ് എ പ്രൊട്ടസ്റ്റ്. ദിസ് സ്ട്രഗിൾ വാസ് എ പ്രൊട്ടസ്റ്റ് against the denial of civil rights. Rowlatt Act was declared or introduced with a view to the pretext of preventing extremist activities. Extremist activities അല്ലെങ്കിൽ തീവ്രവാദ നടപടികൾ ഇല്ലാതാക്കുക എന്ന നാട്യത്തിലാണ് റൗലറ്റ് ആക്ട് പാസാക്കിയത്. ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ എന്നുള്ള പേരിലാണ് നടപ്പിലാക്കിയത് 1919. As a protest against this Rowlatt Act, thousands of people assembled at Jallianwala Bagh in Punjab, in അമൃത്സറിലെ പഞ്ചാബിലെ ജാലിയൻവാല ബാഗിലെ ആയിരക്കണക്കിന് ആൾക്കാർ ഒത്തുകൂടി in order to protest against this Rowlatt Act or the people. It was a protest against the atrocities and large charge made by the British police and authorities to suppress the agitations against Rowlatt Act. Rowlatt Actനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ നടത്തിയ ലാത്തി ചാർജിലും അറസ്റ്റിലും പ്രതിഷേധിച്ചുകൊണ്ട് 1919 ഏപ്രിൽ മാസം 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻവാല ബാഗില് 10,000 ഒത്തുകൂടി. The leader of the movement against Rowlatt Act was Saifuddin Kichlu and Satyapal. ഈ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് സൈഫുദ്ദീൻ കിച്ചിലുവും സത്യപാലുമായിരുന്നു. They were arrested
as a protest against this arrest and atrocities made by the British authorities towards the nationalist leaders, and at the same time that of the commoners. They assembled at Jallianwala Bagh on April 13, 1919 at Jallianwala Bagh. The army chief, General Dyer, ordered to fire to this mob. ഈ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ജനറൽ ഡയർ, ദി മിലിറ്ററി ഓഫീഷ്യൽ ഓർ അതോറിറ്റി, ഓർഡേഡ് to fire towards this mob who assembled at Jallianwala Bagh as a protest against the arrest of the leaders such as Saifuddin Kichlu and Satyapal. ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സത്യപാലിന്റെയും സൈഫുദ്ദീൻ കിച്ചിലുടെയൊക്കെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ജാലിയൻവാല ബാഗില് ഒത്തുകൂടിയ ആ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ആർമി ലീഡറായിരുന്ന ജനറൽ ഡയർ ഓർഡർ കൊടുത്തു. 379 killed at the spot. Officially, the official number is 379. ഔദ്യോഗിക കണക്കനുസരിച്ച് 379 പേര് അവിടെ കൊല്ലപ്പെട്ടു. അതിലത് വേറെ പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. തൗസൻഡ്സ് വെയർ വൂണ്ടഡ്, ആയിരക്കണക്കിന് ആൾക്കാര് മുറിവേൽക്കപ്പെട്ടു. To Gandhi, if the Battle of Plassey laid the foundation of the British Empire in India or British rule in India, the incident of Jallianwala Bagh shook the foundation of the British Empire in India. Jallianwala Bagh സംഭവത്തെ മഹാത്മജി വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: If the Battle of Plassey laid the foundation of the British rule in India, the Jallianwala Bagh incident shook the foundation of British rule in India. പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അസ്ഥിവാരമിട്ടെങ്കിൽ ജാലിയൻവാല ബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇന്ത്യയിൽ ഇളക്കി എന്ന് മഹാത്മജി ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. Followed by this, a famous agitation was proclaimed by name non-cooperation. ഇതേ തുടർന്നൊരു വലിയ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്ത് ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. ദർ ഇസ് നോൺ കോഓപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത്. നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഇതേ തുടർന്നാണ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. To a considerable extent, we can say that this non-cooperation movement was the first nationalist struggle by Indian National Congress under Mahatma Gandhi. ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ മുഴുവൻ പ്രദേശങ്ങളിലെയും ജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്. ആദ്യത്തെ പ്രക്ഷോഭമായിരുന്നു നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. Through this, he advised the people to boycott schools, colleges, courts, etc. And the participants of this non-cooperation movement, lawyers, boycotted courts. വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു. ദി പബ്ലിക് ബോയ്കോട്ടഡ് ദി ഫോറിൻ പ്രോഡക്ട്സ്. പൊതുജനങ്ങൾ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു. സ്റ്റുഡൻസ് ബോയ്കോട്ടഡ് ഇംഗ്ലീഷ് സ്കൂൾസ്. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. ദേ ബോയ്കോട്ടഡ് ഇലക്ഷൻസ്. ബ്രിട്ടീഷുകാർ നടത്തിയ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു. Many returned the British awards and prizes. നോൺ കോഓപ്പറേഷന്റെ ഭാഗമായി, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇതൊക്കെ കൂടാതെ പലർക്കും നൽകിയ ബഹുമതികളും സമ്മാനങ്ങളും ഒക്കെ, ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതികളും സമ്മാനങ്ങളും ഒക്കെ മടക്കി നൽകി. They denied taxes to the government. ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നത്
ഒഴിവാക്കി, നികുതി കൊടുക്കാൻ വിസമ്മതിച്ചു. ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് ഓൺ ദി സ്ട്രീറ്റ്സ്, തെരുവുകളിൽ വിദേശ വസ്ത്രങ്ങൾ പരസ്യമായി കത്തിച്ചു. ദേ മേഡ് ഇൻഡിജീനിയസ് പ്രോഡക്ട്സ്, അതിന്റെ സ്ഥാനത്ത് ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, സ്വന്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി. They spent ഖാദി ക്ലോത്ത്സ് യൂസിംഗ് ചർക്ക ഉപയോഗിച്ച് ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിച്ചു. Many established the nationalist schools and popularized the Hindi. നിരവധി ആൾക്കാർ മുന്നോട്ട് വന്നു ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ഹിന്ദി ഭാഷയെ പരിപോഷിപ്പിക്കുവാനും. The important national schools which were established at the time of non-cooperation movement are Kashi Vidyapeeth, Gujarat Vidyapeeth, Jamia Millia, etc. അത്തരത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കാലയളവിൽ സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവയൊക്കെ ഈ കാലയളവിൽ രൂപം കൊണ്ടവയാണ്, അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടവയാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഡ്യൂറിംഗ് ദാറ്റ് ടൈം ദി അലി ബ്രദേഴ്സ് ഇന്റൻസിഫൈഡ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഇതേ സമയത്ത് തന്നെ, ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സമയത്തു തന്നെ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് നൽകിക്കൊണ്ട് അലി സഹോദരന്മാരായിരുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. ഗാന്ധിജി, മഹാത്മാഗാന്ധിജി traveled across India with the ideas of Khilafat, and along with Khilafat leaders had propagated his ideas. ഗാന്ധിജിയും അതിൽ പങ്കാളിയായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഇന്ത്യയെമ്പാടും സഞ്ചരിച്ചു ഖിലാഫത്ത് നേതാക്കന്മാർക്കൊപ്പം. അതുവഴി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇതാണ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചും ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചും പറയാനുള്ളത്. Then what are the results of this non-cooperation movement? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെ?